ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയനും ബൈസൽ ഇൻ്റർനാഷണൽ കമ്പനിയും ചേർന്നാണ് 3 ദിവസങ്ങളിലായി കോഴിക്കോട് ഈ ട്രേഡ് ഫെയർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഫോട്ടോ ടുഡേ എന്ന പേരിൽ ഇന്ത്യയിലെ തന്നെ എല്ലാ ഫോട്ടോഗ്രാഫി കമ്പനികളും ഒത്തുചേരുന്ന ഒരു മഹോത്സവമായി ഈ ഫോട്ടോ ടുഡേ മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് വടക്കേ മലബാറിനെ സംബന്ധിച്ച് ഇങ്ങനൊരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ ഇതിനു മുമ്പ് നടന്നതല്ല, ഇതാദ്യമായിട്ടാണ്. പൂർണ്ണമായും പലപ്പോഴും മധ്യ കേരളത്തിലോ ഒക്കെയാണ് ഇത് നടന്നിട്ടുള്ളത്. ഇതിനു മുമ്പേ ബൈസൽ കമ്പനി കേരളത്തിന് പുറത്താണ്, ഡൽഹി അതുപോലെ തന്നെ ബോംബെ, ചെന്നൈയിലൊക്കെ നടത്തിയ എക്സിബിഷനാണ് ഈ KPVയും അതുപോലെ തന്നെ ബൈസലും ഒന്ന് ചേർന്നുകൊണ്ട് ഈ കോഴിക്കോട്ടിനകത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെയും ഇന്നും നാളെയുമായി നടക്കുന്ന ഈ എക്സിബിഷനകത്ത് 10,000ങ്ങളാണ് ദൈനംദിനം കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോഗ്രാഫി കമ്പനികൾ, വിവിധ ക്യാമറകളുടെ കമ്പനികൾ, അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വിവിധ കമ്പനികൾ ഒക്കെ ഒത്തുചേർന്നുകൊണ്ടുള്ള വലിയൊരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ആധുനിക സാങ്കേതികവിദ്യയുടെ കുതിച്ചുകയറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് AI ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യകളെ നമ്മളെ ഈ തൊഴിലാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള 5ഓളം ക്ലാസ്സുകൾ ഇന്നിവിടെ നടക്കുന്നുണ്ട്. ഈ 3 ദിവസങ്ങളിലായി നടന്നു പോകുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ, കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി എക്സിബിഷനാണ് കോഴിക്കോട്ട് വെച്ച് നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ബേസിക്കായിട്ട് ആദ്യം എന്താ കറക്റ്റ് ചെയ്യേണ്ടത്? എനിക്കറിയാം നിങ്ങളൊക്കെ ഫോട്ടോ എടുക്കുന്നവരാണ്, ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഭയങ്കര ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാ, എങ്കിൽ പോലും ചോദിക്കുകയാണ്. ഫസ്റ്റ് ലൈറ്റ് കറക്റ്റ് ചെയ്യണം അല്ലേ? രണ്ടാമത് പറഞ്ഞു വൈറ്റ് ബാലൻസ് അല്ലെങ്കിൽ കളർ കറക്റ്റിൽ പെട്ടും. ഫ്രെയിം അതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡാണ്. ഓക്കെ, ഞാൻ എടുക്കുന്നതും സാർ എടുക്കുന്നതും രണ്ട് ഫ്രെയിം ആയിരിക്കും. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഈ 2 പേര് എടുക്കുന്ന ഫോട്ടോയിലും ടെക്നിക്കലി മൂന്നാമത്തെ ഒരു കാര്യം കൂടെ കറക്റ്റ് ചെയ്യണം. ഫസ്റ്റ് ലൈറ്റ് കറക്റ്റ് ആയിരിക്കണം. ലൈറ്റ് കൂട്ടുക കുറയ്ക്കുക എന്നുള്ളതൊക്കെ ഓരോ ഫോട്ടോഗ്രാഫറുടെയും താല്പര്യവും ടേസ്റ്റൊക്കെ അനുസരിച്ചിരിക്കും. പക്ഷേ ലൈറ്റ് കറക്റ്റ് ചെയ്യണം, കളറ് കറക്റ്റ് ചെയ്യണം, മൂന്നാമത് ആ പടത്തിന് ഫോക്കസും കൂടെ വേണം അല്ലേ? ഈ 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയി കഴിഞ്ഞാലാണ് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റുക. ഓക്കെ, We are Bicel Interactions. We are exhibition organizers and we've been doing this for 25 years. We organize photo exhibitions across India. We've organized in Delhi, in Chennai, in Bombay, in Bangalore. And here with the support of the KPVU union, we've come to organize the first edition of the Photo Today show in Kerala. And we're very excited to start this successful journey with the Kozhikode market. അപ്പോൾ ബൈസലും KPVയും കൂടി സംയുക്തമായിട്ട് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ കോഴിക്കോട് നടക്കുകയാണ്. അപ്പോൾ അതിഗംഭീരമായിട്ടുള്ളൊരു എക്സിബിഷനാണ് ഇത്. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഫോട്ടോഗ്രാഫേഴ്സിനെല്ലാം. എല്ലാം മിതമായ നിരക്കിൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ കൊഡാക്കിൻ്റെ സ്റ്റാഫാണ്. കൊഡാക്കിൻ്റെ പ്രോഡക്റ്റ്സ് നമ്മളിവിടെ ലൈവ് ഡെമോ ഉണ്ട്. അതുപോലെ തന്നെ പലവിധ ബ്രാൻഡുകളുടെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മളിവിടെ ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിനായിട്ട് ഇവിടെ ലൈവ് ഡെമോ ഇൻസ്ട്രക്ഷൻ നൽകാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതിൽ വന്ന് സഹകരിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. താങ്ക് യു. സോണി, അതുകൂടാതെ ഫ്യൂജിയുടെ ഒരു ക്ലാസ്, കൂടാതെ AI ക്ലാസ്, ഈ 4 ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഫോട്ടോഗ്രാഫി മേഖലയിൽ ആളുകൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ പ്രതിപാദിക്കുന്ന രീതിയിൽ എല്ലാ സംഘടനകളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു സെമിനാർ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നു. നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ തൊഴിൽ മേഖലയിലുള്ള എല്ലാ ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ ഒരു ട്രേഡ് ഫെയറിനോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് പോകണം എന്നുള്ള കാഴ്ചപ്പാടാണ് സംഘടനയ്ക്കുള്ളത്. ആ കാഴ്ചപ്പാട് കൂടെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു ട്രേഡ് ഫെയർ ഇവിടെ നടക്കുന്നത്. കാരണം ഇവിടെ ഫോട്ടോഗ്രാഫി മേഖലയിൽ ഉള്ള ഏത് ആൾക്കും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. കേരള ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയനും ബൈസലും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ മലബാർ മേഖലയിൽ അതൊരു പുതിയ അനുഭവമാണ്. മലബാർ മേഖലയിൽ തന്നെയല്ല,
പതിവ് ഫോട്ടോഗ്രാഫി എക്സിബിഷനിൽ വ്യത്യസ്തമായി ഫോട്ടോഗ്രാഫി മേഖലയിലുള്ളവർക്ക് മുഴുവനും ഒരു പുതിയ അനുഭവമാണ് ഈ മലബാറിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ഫോട്ടോ എക്സിബിഷൻ. ഫോട്ടോഗ്രാഫി മേഖല മാത്രമല്ല, പുതിയ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് മീഡിയക്കകത്ത് വരുന്ന എല്ലാവിധ മാറ്റങ്ങളെയും അല്ലെങ്കിൽ പുതിയ എല്ലാവിധ കാഴ്ചപ്പാടുകളെയും തുറന്നു കാണിക്കുന്ന തരത്തിലേക്കുള്ള ഒരു എക്സിബിഷനായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഫോട്ടോഗ്രാഫി എക്സിബിഷനുകളിൽ ഫോട്ടോഗ്രാഫി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോ സംബന്ധമായിട്ടുള്ള പ്രദർശനങ്ങൾ മാത്രമാണ് ഉണ്ടാവാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ലൈറ്റും സൗണ്ടും വിഷനും എല്ലാം കൂട്ടി സംയോജിപ്പിച്ചുകൊണ്ട് പുതിയൊരനുഭവമായിട്ട് ഈ മലബാറുകാർക്കും പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി മേഖലയിൽ തൊഴിലെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ എക്സിബിഷൻ പുതിയൊരു അനുഭവമാണ്. ഇനിയും വരുന്ന എഡിഷനുകളിൽ കൂടുതൽ മികവാർന്ന തരത്തിലുള്ള ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാനാണ് കേരള ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CATU ആലോചിച്ചിട്ടുള്ളത്. ഇനിയുള്ള കാലത്ത് നിങ്ങളുടെ മുഴുവൻ സഹകരണവും ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ ട്രേഡ് ഫെയർ ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. വളരെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി ക്ലാസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇത് ജസ്റ്റ് ഫിനിഷ് ചെയ്ത നിക്കോൺ ക്യാമറയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ വിശദീകരണങ്ങളും കാര്യങ്ങളും വളരെ നമുക്ക് ഉപകാരപ്രദമായി തോന്നി. നല്ല ക്ലാസ്സാണ്. അതുപോലെ ഓരോ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എക്സിബിഷൻസും ക്യാമറയെ പറ്റിയ ഡീറ്റെയിൽസും എല്ലാം വളരെ ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് പുതിയ ജനറേഷനിലെ ഫോട്ടോഗ്രാഫേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും പറ്റുന്നതായിട്ട് എനിക്ക് തോന്നി. ജൂനിയേഴ്സും തന്നെ ഇപ്പോഴും ഈ ഫീൽഡിൽ തന്നെ തുടരുന്നു. 9 വർഷത്തെ മേൽ സ്റ്റുഡിയോ ഫീൽഡിൽ സന്തോഷ് നിരവധി ഫോട്ടോ എക്സിബിഷനുകൾ സ്വന്തമായി സംഘടിപ്പിക്കുന്ന ഒരു ദേവതയാണ്. നാടകനാഥൻ കൂടിയാണ്, ചിത്രകാരനാണ്, സിനിമ ഷോട്ടുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ കലാകാരനെ ആദരിക്കുന്നു. പ്രവർത്തന പരിചയമുള്ള വ്യക്തിയാണ്. ഇപ്പോഴും സ്റ്റുഡിയോ ഫീൽഡിൽ പ്രവർത്തിക്കുന്നു. അടുത്തതായിട്ട് K. മോഹനൻ. മോഹനേട്ടൻ ദേശാഭിമാനി ന്യൂസ് ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്ന ഇപ്പോൾ റിട്ടയർഡാണ്. ബെസ്റ്റ് സ്പോർട്സ് ഫോട്ടോഗ്രാഫി അവാർഡ് നേടിയ ആളാണ്. സംസ്ഥാന കമ്മിറ്റി മെമ്പർ കൂടിയാണ്. സംഘടനയ്ക്ക് വേണ്ടി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് പ്രവൃത്തി വേദിയിലെ മാധ്യമങ്ങൾക്ക് നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അടുത്തത് ബാലകൃഷ്ണൻ ഡേവിസ് വ്യക്തമായിട്ട് ഫോട്ടോഗ്രാഫി ഫീൽഡിൽ തുടരുന്നു. അടുത്തതായി മലപ്പുറം ജില്ലയിൽ നിന്ന് വിജയൻ ഗായത്രി. അതുപോലെ റഷീദ് ഔട്ട്ലുക്ക്. ഇതൊക്കെ തിരുവനന്തപുരം ഒരുപാട് സീനിയറാണ്. വാഹിദ് ഇൻഫോ, അദ്ദേഹം വീഡിയോഗ്രാഫറാണ്. മാത്രമല്ല അദ്ദേഹം ചെയ്ത ഒരു സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 17 അവാർഡ് നേടിയ സിനിമയുടെ സിനിമാറ്റോഗ്രാഫറാണ്. ഇത്